ഇക്കായി ദോ, ഇക്കായി എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, യൂണിറ്റ് 2 പരിശ്രം. പരിശ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്വാനം അല്ലെങ്കിൽ പരിശ്രമം. പരിശ്രം എന്ന യൂണിറ്റിലെ ഗാന്ധിജിക്ക് നമക് കഥ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കുച്ച് ലോഗ് സഫലത के केवल सपने देखते हैं जबकि अन्य व्यक्ति जागते हैं और कड़ी मेहनत करते हैं. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എന്നാണ് പറയുന്നത്? കുച്ച് ലോഗ് സഫലത के केवल सपने देखते हैं. കുറച്ച് ആളുകൾ, കുച്ച് ലോഗ് കുറച്ച് ആളുകൾ, സഫലത के വിജയത്തിൻ്റെ, കേവൽ സപ്നെ ദേഖ്തേ ഹെ. സപ്നെ, കേവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രം. സ്വപ്നം, സ്വപ്നം മാത്രം കാണുന്നു. കുറച്ച് ആളുകൾ വിജയത്തിന് വേണ്ടിയിട്ട് കേവൽ സപ്നെ ദേഖ്തേ ഹെ, സ്വപ്നം മാത്രം കാണുന്നു. ജബ്കി അന്യ വ്യക്തി ജാഗത്തേ ഹെ. അതേസമയം, ജബ്കി എന്ന് പറഞ്ഞാൽ അതേസമയം, അന്യ വ്യക്തി മറ്റു വ്യക്തികൾ, അന്യ വ്യക്തികൾ ജാഗത്തേ ഹെ ഉണരുന്നു, ഓർ കടി മെഹനത്ത് കർത്തേ ഹെ അതുകൂടാതെ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. കടി മെഹനത്ത്, മെഹനത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനം, കഠിനമായിട്ട് അധ്വാനിക്കുന്നു. വിജയം ലഭിക്കണമെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കുക തന്നെ ചെയ്യണം, അല്ലേ? നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിക്കണമെങ്കിൽ, ഓരോരോ സബ്ജക്റ്റിനും നല്ല മാർക്ക് ലഭിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് ലഭിക്കും. കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ലഭിക്കും, അല്ലേ? നമ്മൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. കഹാനി, കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ഗാന്ധിജിക്ക് നമക് കഥ, ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ. നമക് എന്ന് പറഞ്ഞാൽ ഉപ്പ്, കഥ പിന്നെ കഥ തന്നെ. അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ ആരാണ് എഴുതിയത്? ഉദയൻ വാജ്പേയി. റൈറ്റർ ആരാണ്? ഉദയൻ വാജ്പേയി. एक राजा के 3 बेटियां थीं. तुम चाहो तो उस राजा की 4 बेटियां भी हो सकती है. इसी कहानी में राजा ने उनसे पूछा कि वे उन्हें कितना प्यार करती है. पहली ने कहा, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. एक राजा के 3 बेटियां थी. ഒരു രാജാവിന് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. ബേട്ടി എന്ന് പറഞ്ഞാൽ മകൾ. അപ്പോൾ 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. തും ചാഹോ തോ ഉസ് രാജാക്ക് 4 ബേട്ടിയാ ബി ഹോ സക്തി ഹെ. അഥവാ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രാജാവിന് 4 പെൺമക്കളാണെന്ന് നിങ്ങൾക്ക് കരുതാം എന്നാണ് റൈറ്റർ പറയുന്നത്. തും ചാഹോ തോ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉസ് രാജാക്ക് 4 ബേട്ടിയാ ബി ഹോ സക്തി ഹെ, ആ രാജാവിന് 4 പെൺമക്കളാണെന്ന് നിങ്ങൾക്ക് കരുതാം, അങ്ങനെയും വിചാരിക്കാം. ഇസി കഹാനിമേ, ഈ കഥയിൽ രാജാനെ ഉൻസെ പൂച്ച, രാജാവ് പെൺമക്കളോട്, ഉൻസെ അവരോട്, പൂച്ച ചോദിച്ചു. പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു. കി എന്തെന്നാൽ, വേ അവർ, ഉനെ അദ്ദേഹത്തെ, രാജാവിനെ, കിത്തന പ്യാർ കർത്തി ഹെ, കിത്തന എത്ര, പ്യാർ കർത്തി ഹെ എത്ര സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് തൻ്റെ പെൺമക്കളോട് ചോദിച്ചു അവർ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പെഹലീനെ കഹ, അപ്പോൾ ഒന്നാമത്തവൾ പറഞ്ഞു, പെഹലി ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞു, മേ തുമേ ഉത്നാ സാരാ പ്യാർ കർത്തി ഹും, ഞാൻ നിങ്ങളെ ഉത്നാ സാര അത്രയധികം, പ്യാർ കർത്തി ഹും സ്നേഹിക്കുന്നുണ്ട്, ജിത്ന എത്രയാണോ, ബഡാ സൂരജ് ഹെ ജിത്ന ബഡാ സൂരജ് ഹെ, സൂരജ് സൂര്യൻ എത്രമാത്രം വലുതാണോ, ബഡ എന്ന് പറഞ്ഞാൽ വലുത്, സൂര്യൻ എത്രമാത്രം വലുതാണോ അത്രയധികം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒന്നാമത്തെ മകൾ പറഞ്ഞു. രാജാനെ ഖുഷീസെ സിർ ഹിലാദിയ, ഖുഷീസെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, സിർ ഹിലാദിയ തല ഇളക്കി. അപ്പോൾ രാജാവ് സന്തോഷത്തോടു കൂടി തലയാട്ടി. സിർ ഹിലാദിയ എന്ന് പറഞ്ഞാൽ തലയാട്ടി അല്ലെങ്കിൽ തലയിളക്കി. ഇത് കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി. ദൂസരീനെ കഹ, രണ്ടാമത്തെ മകൾ പറഞ്ഞു. ദൂസരി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തവൾ. ദൂസരീനെ കഹ, രണ്ടാമത്തെ മകൾ പറഞ്ഞു, മേ തുമേ ഉത്നാ ചാഹത്തി ഹൂँ ജിത്നെ ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹെ. മേ തുമേ ഞാൻ നിങ്ങളെ, ഉത്നാ ചാഹത്തി ഹൂँ അത്രയധികം ഇഷ്ടപ്പെടുന്നു. ചാഹത്തി ഹൂ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്നർത്ഥമാണ്. ചാഹ്ന ഇഷ്ടം എന്ന അർത്ഥവുമുണ്ട്. ഞാൻ നിങ്ങളെ അത്രയധികം ഇഷ്ടപ്പെടുന്നു,
ജിത്തനെ ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹെ. ആകാശത്തിൽ എത്രത്തോളം നക്ഷത്രങ്ങളാണ് ഉള്ളത്. ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, സിതാര നക്ഷത്രം. ആകാശത്തിൽ എത്രത്തോളം നക്ഷത്രങ്ങളാണ് ഉള്ളത്. ചന്ദ്രനോളം അല്ലെങ്കിൽ നക്ഷത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. രാജാനെ ഖുഷി സെ സിർ ഹിലായ. അപ്പോൾ വീണ്ടും രാജാവ് സന്തോഷത്തോടു കൂടെ തലയാട്ടി. സിർ എന്ന് പറഞ്ഞാൽ തല, ഹിലായ ഇളക്കി അല്ലെങ്കിൽ തലയാട്ടി എന്ന് പറയാം. ഓർ തീസറി ബേട്ടിക്ക് തരഫ് ദേഖ. എന്നിട്ട് അദ്ദേഹം മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി. തീസറി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ, ബേട്ടി മകൾ, കി തരഫ് നേരെ, മൂന്നാമത്തെ മകളുടെ നേരെ, ദേഖ നോക്കി. തീസരി ചുപ്പ് ഖടി തി. മൂന്നാമത്തവൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ചുപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, നിശബ്ദയായിട്ട്, ഖടി തി നിൽക്കുകയായിരുന്നു. വഹ് ബോലി മേ തുമേ ഖാനെ മേ നമക് ജിത്നാ പ്യാർ കർത്തി ഹൂം. അവൾ എന്താണ് പറഞ്ഞത്? വഹ് ബോലി, ബോൽന എന്ന് പറഞ്ഞാൽ പറയുക, ബോലി പറഞ്ഞു. മേ തുമേ ഞാൻ നിങ്ങളെ, ഖാനെ മേ ഭക്ഷണത്തിൽ, നമക് ജിത്ന ഉപ്പിൻ്റെ അത്ര, പ്യാർ കർത്തി ഹൂം ഭക്ഷണത്തിൽ എത്രത്തോളം ഉപ്പ് ആവശ്യമാണോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മൂന്നാമത്തെ മകൾ പറഞ്ഞു. കഹാനി ലംബി ചൽത്തി ഹെ. കഥ നീണ്ടു പോകുന്നു. ലംബി എന്ന് പറഞ്ഞാൽ നീളം എന്നാണ് അർത്ഥം. ലംബ നീളമുള്ളത്. ലംബി ചൽത്തി ഹെ നീണ്ടു പോകുന്നു. പെഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത. പെഹലെ ആദ്യം, രാജാവിന് യഹ് ജവാബ് ഈ ഉത്തരം, മൂന്നാമത്തെ മകൾ പറഞ്ഞ ഈ മറുപടി, പസന്ത് നഹി ആത്ത ഇഷ്ടപ്പെട്ടില്ല. പസന്ത് ഇഷ്ടം, പസന്ത് നഹി ആത്ത ഇഷ്ടമായില്ല. പക്ഷേ കഹാനിക്ക് അന്ത് കഥയുടെ അവസാനം, അന്ത് അതായത് അവസാനം, വഹ് രാജ खाने में तथा जीवन में नमक के महत्व को समझ जाता है. ആ രാജാവ് ഖാനേമേ ഭക്ഷണത്തിൽ, തഥാ ജീവൻ മേ ഭക്ഷണത്തിൽ അഥവാ ജീവിതത്തിൽ, നമക്ക് കെ മഹത്വക്കോ ഉപ്പിൻ്റെ മഹത്വത്തെ, ഉപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ സമജ് ജാത്താ ഹെ മനസ്സിലാക്കുന്നു. തബ് അപ്നി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹെ. തബ് അപ്പോൾ, അപ്നി തൻ്റെ, ചോട്ടി ബേട്ടിക്ക് തൻ്റെ ഇളയ മകളുടെ, പ്യാർ കി ഗഹരായിക്കോ സ്നേഹത്തിൻ്റെ ആഴത്തെ, സമജ്താ ഹെ മനസ്സിലാക്കുന്നു. ഗഹരായി എന്ന് പറഞ്ഞാൽ ആഴം, പ്യാർ സ്നേഹം, സമജ്താ ഹെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഉപ്പിനോളം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞത്, ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അത്ര ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മൂന്നാമത്തെ മകൾ അച്ഛനോട് പറയുന്നു. അപ്പോൾ ഉപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് രാജാവിന് മനസ്സിലാകുന്നു. ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ രാജാവിനും അതേപോലെ ഉപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലായി. മകളുടെ സ്നേഹവും മനസ്സിലായി. മൂന്നാമത്തെ മകൾ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം രാജാവിന് മനസ്സിലായി. तुम ध्यान से पढ़ो तो पाओगे कि यह कहानी ना तो राजा की है ना उसकी पसंद की. तुम ध्यान से पढ़ो तो നിങ്ങൾ ശ്രദ്ധയോടുകൂടി, ധ്യാൻ സെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി, പഠോത്തോ വായിക്കുകയാണെങ്കിൽ, പാവോകെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, കി എന്തെന്നാൽ, യഹ് കഹാനി ഈ കഥ, നാ തോ രാജാ കി ഹെ ഈ കഥ രാജാവിൻ്റേതല്ല, നാ തോ രാജാ കി ഹെ രാജാവിൻ്റെ കഥയല്ല, നമ്മളിനി പഠിക്കാൻ പോകുന്നത് രാജാവിൻ്റെ കഥയല്ല, നാ ഉസ്കി പസന്ദിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കഥയല്ല, നാ ഉസ്കി പസന്ദിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റേതല്ല, യഹ് കഹാനി നാ ഉസ്കി ബേട്ടിയോ കെ ബാരേ മേ ഹെ ഈ കഥ അദ്ദേഹത്തിൻ്റെ പെൺമക്കളെക്കുറിച്ചുള്ളതല്ല, ബേട്ടിയോ കെ ബാരേ മേ പെൺമക്കളെക്കുറിച്ചുള്ളതല്ല, നാ ഉൻകെ കെഹനെ കെ ബാരേ മേ അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ളതല്ല, നാ ഉൻകെ കെഹനെ കെ ബാരേ മേ അവർ പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ചുള്ളതല്ല, യഹ് നമക് കി കഹാനി ഹെ ഇത് ഉപ്പിൻ്റെ കഥയാണ്, നമക് കി കഹാനി ഹെ ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക് നമക് കി കഹാനി ലിഖി തി മഹാത്മാഗാന്ധിയും ഏക് നമക് കി കഹാനി ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയിരുന്നു, ലിഖി തി എഴുതിയിരുന്നു. वह कहानी उन्होंने बोलकर नहीं लिखी, वह कहानी उन्होंने चलकर लिखी थी. ആ കഥ ഉനോനെ അദ്ദേഹം
ബോൽക്കർ നഹി ലിഖി, പറഞ്ഞുകൊണ്ടല്ല എഴുതിയത്. വ കഹാനി ഉനോനെ ചൽക്കർ ലിഖി തി, ആ കഥ അദ്ദേഹം നടന്നുകൊണ്ടായിരുന്നു എഴുതിയത്. വ കഹാനി ഉനോനെ സൈക്കഡോ മീൽ ചൽക്കർ ലിഖി തി, ആ കഥ അദ്ദേഹം സൈക്കഡോ മീൽ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് മൈൽ, ചൽക്കർ നടന്നുകൊണ്ട് ആണ് എഴുതിയത്. ലിഖി തി, സൈക്കഡോ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന്, മീൽ മൈൽ. വഹ് ഉൻകെ സാത്ത് ചൽ രഹെ ദേശ് ഭർ കെ ലോഗോനെ ലിഖി തി, അത് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്ന ദേശ് ഭർ കെ ലോഗോനെ, രാജ്യം മുഴുവനുമുള്ള ആളുകളാണ് എഴുതിയത്. ലിഖി തി, ആളുകളാണ് എഴുതിയിരുന്നത്. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോ ദ്വാരാ കീ ജാ രഹി അന്ധാധൂന്ധ് ലൂട്ട് സെ ചിന്തിത് ഥേ. വേ സബ്, അവരെല്ലാവരും, ഹമാരെ ദേശ് മേ, നമ്മുടെ രാജ്യത്ത്, അംഗ്രേസോ ദ്വാരാ കീ ജാ രഹി, ബ്രിട്ടീഷുകാർ മുഖേന ഉണ്ടായിരുന്ന അന്ധാധൂന്ധ് ലൂട്ട് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത കൊള്ള, അതിൽ ആശങ്കാകുലരായിരുന്നു. ചിന്തിത് ഥേ, ആശങ്കാകുലരായിരുന്നു, ആളുകളെല്ലാവരും ആശങ്കാകുലരായിരുന്നു. ജോ ഹമാരെ ദേശ് കോ അംഗ്രേസോ കെ ചങ്കുൽ സെ ചുഡാനാ ചാഹത്തെ തെ, അവർ നമ്മുടെ രാജ്യത്തെ അംഗ്രേസോ കെ ചങ്കുൽ സെ, ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന്, ചങ്കുൽ എന്ന് പറഞ്ഞാൽ പിടിയിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന്, അവരുടെ ആ പിടിയിൽ നിന്ന്, ചുഡാനാ ചാഹത്തെ തെ, രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. ചുഡാനാ ചാഹത്തെ തെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ മുക്തരാക്കാൻ ആഗ്രഹിച്ചിരുന്നു. जिन्होंने भारत देश को नई तरह से चलाने का सपना आँखों में लिया था, അവർ ഭാരത് ദേശ് കോ, നമ്മുടെ ഭാരത രാജ്യത്തെ, നയി തരസെ, പുതിയ രീതിയിൽ, ചലാനേക സപ്ന ആഖോമേ ലിയാത്ത, പുതിയ രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനുള്ള സ്വപ്നം അവർ കണ്ടിരുന്നു. ചലാനേക സപ്ന ആഖോമേ ലിയാത്ത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, പുതിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകാനുള്ള സ്വപ്നം അവർ കണ്ടിരുന്നു. അപ്പോൾ അവരാണ് ഈ സ്റ്റോറി എഴുതിയത് എന്നാണ് ലേഖകൻ പറയുന്നത്. ഉൻ ദിനോ അംഗ്രേസോനെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗാ രഖാ ഥ, ആ ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഉപ്പിൻ്റെ മുകളിൽ നികുതി ഏർപ്പെടുത്തിയിരുന്നു. ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി, അപ്പോൾ ഉപ്പിൻ്റെ മേലെ നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇസെ നമക് ബഹുത് മെഹങ്കാ ഹോ ഗയാ ഥ, അപ്പോൾ ഇത് കാരണം ഉപ്പ് വില കൂടിയതായിരുന്നു, ഉപ്പിന് നല്ല വിലയുണ്ടായിരുന്നു. നമക് ബഹുത് മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടിയത്, കോസ്റ്റ്ലി, ഉപ്പ് കോസ്റ്റ്ലി ആയിരുന്നു, വില കൂടിയതായിരുന്നു. അംഗ്രേസോനെ ഭാരത് കെ ലോഗോं को खुद നമക് ബനാനെ സെ രോക്ക് രഖാ ഥ, ഇംഗ്ലീഷുകാർ ഭാരതത്തിലെ ആളുകളെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് അവർ തടഞ്ഞിരുന്നു. ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, നമക് ബനാനേസെ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന്, രോഗ് രഖാത്ത, റോക്ന എന്ന് പറഞ്ഞാൽ എന്താണ്, തടയുക, രോഗ് രഖാത്ത എന്ന് പറഞ്ഞാൽ അവർ തടഞ്ഞിരുന്നു, സ്വയം ഉപ്പ് നിർമ്മിക്കുന്നത് തടഞ്ഞിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത ഉസേ സസാ ഹോ സക്തി തി, അഗർ കോയി അഥവാ ആരെങ്കിലും, അപ്നെ ഹി സമുദ്ര കെ പാനി സെ സ്വന്തം സമുദ്രത്തിലെ വെള്ളം കൊണ്ട്, നമക് ബനാത്ത ഉപ്പുണ്ടാക്കിയാൽ, ഉസേ സസാ ഹോ സക്തി തി അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു. സസ എന്ന് പറഞ്ഞാൽ ശിക്ഷ, അപ്പോൾ അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു. ഗാന്ധിജി सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി സാലോം പെഹ്ലെ വർഷങ്ങൾക്ക് മുമ്പ്, സാൽ എന്ന് പറഞ്ഞാൽ വർഷം, സാലോം പെഹ്ലെ വർഷങ്ങൾക്ക് മുമ്പ്, അപ്നെ കുച്ച് സാത്തിയോം കെ സാത്ത് തൻ്റെ കുറച്ച് കൂട്ടാളികളോടൊപ്പം, സാത്തിയോം കെ സാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ കൂട്ടാളികളോടൊപ്പം, അഹമ്മദാബാദിൽ നിന്ന് पैदल दांडी नाम के സമുദ്ര കിനാരെ കെ ഗാവ് ചൽപ്പടെ നടന്നുകൊണ്ട്, पैदल എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട്, ദാണ്ടി നാം കെ സമുദ്ര കിനാരെ കെ ഗാവ്, അതായത് സമുദ്രത്തിൻ്റെ തീരത്തുള്ള ദാണ്ടി എന്ന പേരുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ദാണ്ടി നാം കെ സമുദ്ര കിനാരെ കെ ഗാവ്, സമുദ്ര കിനാര എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ തീരത്ത്, കിനാര തീരം, സമുദ്രത്തിൻ്റെ തീരത്തുള്ള ദാണ്ടി എന്ന പേരുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വേ വഹാ ജാക്കർ സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനാക്കർ അംഗ്രേസോं का കാലാ കാനൂൻ തോടന ചാഹത്തെ തെ. വേ അവർ വഹാ ജാക്കർ അവിടെ പോയിട്ട്,
സമുദ്രക്കെ പാനി സെ സമുദ്രത്തിലെ വെള്ളം കൊണ്ട് ഖുദ് നമക് ബനാകർ സ്വയം, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം ഉപ്പ് നിർമ്മിച്ചിട്ട്, ബനാക്കർ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ട്, അംഗ്രേസോങ്ക ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൻ കരിനിയമം തോടന ചാത്തേത്തെ അത് ലംഘിക്കാൻ, അത് തോടന പൊട്ടിക്കാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയല്ലോ. അതിൽ പ്രതിഷേധിച്ചിട്ട് 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹിംസയ്ക്കെതിരെയായിട്ടുള്ള സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദാണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇത് ആരംഭിച്ചത്. ദാണ്ഡി എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു ഗ്രാമമാണ്. ഗാന്ധിജി 3 ഹഫ്തോं से भी अधिक पैदल चलते रहे. ഗാന്ധിജി 3 ഹഫ്തോं से भी अधिक 3 ആഴ്ചകളിലും കൂടുതൽ, 3 ഹഫ്ത എന്ന് പറഞ്ഞാൽ 3 ആഴ്ച, 3 ആഴ്ചകളിലും കൂടുതൽ, കൂടുതൽ പൈദൽ ചലത്തെ രഹെ കാൽനടയായിട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആകർ ജുഡ്തേ ഗയെ. അദ്ദേഹത്തിൻ്റെ കൂടെ ദേശ് ഭർ സെ രാജ്യത്ത് എമ്പാടുമുള്ള, രാജ്യത്ത് എല്ലായിടത്തു നിന്നും ഉള്ള ആളുകൾ ആകർ വന്നിട്ട് ജുഡ്തേ ഗയെ കൂടിച്ചേർന്നു, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർന്നു. ഇസ് തര ജബ് വേ ദാണ്ഡി പഹുഞ്ചെ, ഈ രീതിയിൽ അവർ ദാണ്ഡിയിൽ എത്തിച്ചേർന്നപ്പോൾ, ജബ് വേ ദാണ്ഡി പഹുഞ്ചെ ദാണ്ഡിയിൽ എത്തിച്ചേർന്നപ്പോൾ, പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ഉൻകെ സാത്ത് ഹസാരോ ലോഗ് തേ, അപ്പോൾ അവരുടെ കൂടെ, ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ, ഹസാരോ ആയിരക്കണക്കിന്, ലോഗ് തേ ആളുകളുണ്ടായിരുന്നു, ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കാൽനടയായിട്ട് പോകുമ്പോൾ രാജ്യത്ത് ഓരോ ഇടത്തു നിന്നുമുള്ള ആളുകൾ ഇതിൽ വന്ന് കൂടി ചേർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ജോ സമുദ്രക്കെ പാനിമേ ഗുലേ നമക്, അവർ സമുദ്രത്തിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഉപ്പ്, ഗുലേ എന്ന് പറഞ്ഞാൽ അലിഞ്ഞ അല്ലെങ്കിൽ ലയിച്ചു ചേർന്ന ഉപ്പ്, നമക് ഉപ്പ്, നമക് കോ ബാഹർ ലാക്കർ അംഗ്രേസോं का कानून तोड़ना चाहते थे. ആ ഉപ്പ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട്, ബാഹർ ലാക്കർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, അംഗ്രേസോं का कानून तोड़ना चाहते थे ബ്രിട്ടീഷുകാരുടെ ആ നിയമത്തെ ലംഘിക്കാൻ ആഗ്രഹിച്ചിരുന്നു, നിയമത്തെ ലംഘിക്കാൻ ആഗ്രഹിച്ചിരുന്നു. തോടുന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്ന അർത്ഥവുമുണ്ട്. കാനൂൻ നിയമം. ഇസസെ ഭാരത് പർ അംഗ്രേസോं की पकड़ ढीली पड़ती. അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് ഭാരതത്തിൻ്റെ മുകളിൽ ബ്രിട്ടീഷുകാരുടെ ആ പിടുത്തം, പക്കഡ് ഢീലി പടുത്തി, അതിനൊരു അയവ് വരുമായിരുന്നു. ഢീലി പടുത്തി എന്ന് പറഞ്ഞാൽ അയവ് വരുമായിരുന്നു. രാസ്തേമേ കൈ ഗാവ് പടെ, വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. കൈ എന്ന് പറഞ്ഞാൽ ധാരാളം, ഗാവ് ഗ്രാമം. ഗാന്ധിജി और उनके साथी जहाँ भी रुकते गाँव वाले उन्हें पूरे मन से खाना खिलाते. ഗാന്ധിജി और उनके साथी, ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ കൂട്ടാളികളും, ജഹാബി രുക്തെ എവിടെയായിരുന്നോ തങ്ങിയിരുന്നത്, ജഹാബി രുക്തെ, രുക്ന എന്ന് പറഞ്ഞാൽ തങ്ങുക, ജഹാബി രുക്തെ എവിടെയായിരുന്നോ തങ്ങിയിരുന്നത്, ഗാംവ് വാലെ ഉനെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ, ഗാംവ് വാലെ ഗ്രാമത്തിലെ ജനങ്ങൾ, ഉനെ അവർക്ക്, പൂരേ മനസ്സെ അതായത് മനസ്സ് അറിഞ്ഞുകൊണ്ട്, മനസ്സ് നിറഞ്ഞുകൊണ്ട്, സന്തോഷത്തോടു കൂടെ, ഖാനാക്കിലാത്തെ ഭക്ഷണം കൊടുത്തിരുന്നു, അവരെ ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു. വേ സബി ലോഗ് രാത് കിസി ഗാവുമേ കാട്ടത്തെ, അവരെല്ലാവരും, വേ സബി ലോഗ് അവരെല്ലാവരും, രാത്രി കിസി ഗാവുമേ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, കാട്ടത്തെ ഗ്രാമത്തിൽ അങ്ങ് കഴിച്ചു കൂട്ടുമായിരുന്നു. ഓർ സുബ ഫിർ ചൽപ്പെടുത്തേത്തെ, എന്നിട്ട് രാവിലെ വീണ്ടും യാത്ര പുറപ്പെടുമായിരുന്നു. ഫിർ എന്ന് പറഞ്ഞാൽ വീണ്ടും, സുബ രാവിലെ. दांडी पहुँचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. ദാണ്ടിയിൽ എത്തിച്ചേർന്നപ്പോഴേക്കും, ദാണ്ടി എന്ന ഗ്രാമത്ത് എത്തിച്ചേർന്നപ്പോഴേക്കും, പഹുഞ്ചത്തെ ഹി എത്തിയപ്പോഴേക്കും, സബീകോ എല്ലാവർക്കും, സമുദ്രത്തിലെ ആസ്മാൻ തക് ഫൈല വിസ്താർ ദേഖ, അതായത് സമുദ്രത്തിൻ്റെ ആസ്മാൻ തക് ഫൈല ആകാശം വരെ പരന്നു കിടക്കുന്ന ആ വിസ്താരം കണ്ടു.
അതായത് ആകാശത്തോളം പരന്നു കിടക്കുന്ന ആ സമുദ്രം അവർ കണ്ടു. ഫേല എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്ന, ആസ്മാൻ ആകാശം. ലഹരെ ദിക്കി, പിന്നെ എന്താണ് കണ്ടത്? ലഹരെ തിരമാലകൾ കണ്ടു. ദിക്കി ലഹരോമേ ചമക്ത സൂരജ് ദിക്ക, ലഹരോമേ തിരമാലകളിൽ, ചമക്ത തിളങ്ങുന്ന, സൂരജ് ദിക്ക സൂര്യനെ കണ്ടു. ആ തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. किनारे के गड्ढों में नमक से गाढ़ा हुआ पानी और अपने आप बना नमक दिखा. കിനാരെ കെ ഗഡ്ഡോമെ, കിനാര എന്ന് പറഞ്ഞാൽ തീരം, സമുദ്രത്തിൻ്റെ തീരം. തീരത്തുള്ള കുഴികളിൽ, ഗഡ്ഡ എന്ന് പറഞ്ഞാൽ ഗർത്തം അല്ലെങ്കിൽ കുഴി, കുഴികളിൽ നമക് സെ ഗാഡ ഹുവ, ഉപ്പ് അധികമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള, ഗാഡ ഹുവ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള, ഉപ്പ് അധികം കലർന്ന, പാനി വെള്ളം, ഉപ്പ് ധാരാളമുള്ള വെള്ളം, और अपने आप बना नमक दिखा, അതുകൂടാതെ സ്വയം തന്നെ രൂപപ്പെട്ട ഉപ്പും കണ്ടു. अपने आप बना എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ രൂപപ്പെട്ട ഉപ്പും കണ്ടു. उन सभी को गांधी जी ने यहाँ लाकर पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. उन सभी को, അവരെ എല്ലാവരെയും, ഗാന്ധിജീനെ യഹാ ലാക്കർ, ഗാന്ധിജി ഇവിടെ കൊണ്ടുവന്നിട്ട്, പൂരേ ദേശ് കോ രാജ്യം മുഴുവനും, അംഗ്രേസോൻ സെ മുക്ത് ഹോനേക്ക ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷ നേടാനുള്ള, മുക്തരാകാനുള്ള, രാസ്ത ദിഖാ ദിയ വഴി കാണിച്ചു കൊടുത്തു. ഹമാരെ ദോസ്ത് ഓർ കഹാനിക്കാർ അനന്തമൂർത്തി കഹത്തെ തെ, ഞങ്ങളുടെ കൂട്ടുകാരനും ഓർ കഹാനിക്കാർ കഥയെഴുത്തുകാരനുമായിരുന്ന അനന്തമൂർത്തി കഹത്തെ തെ പറയുമായിരുന്നു, കി എന്തെന്നാൽ, ജബ് ഗാന്ധിജീനെ സമുദ്ര കിനാരെ ഹാത്ത് മേ മുട്ടി ഭർ നമക് ഉഠായ, ഗാന്ധിജി സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് കൈ നിറയെ, മുട്ടി ഭർ അതായത് മുഷ്ടി എന്ന് പറഞ്ഞാൽ മുഷ്ടി, അപ്പോൾ കൈ നിറയെ, നമകുട്ടായ ഗാന്ധിജി ഉപ്പ് എടുത്തപ്പോൾ, കൈ നിറയെ ഉപ്പ് എടുത്തപ്പോൾ, ഉനോനെ ദേശ് കെ ആസാദ് ഹോനെ കാ രാസ്ത ഖോൽ ദിയ, അദ്ദേഹം രാജ്യത്തെ സ്വതന്ത്രമാകാനുള്ള വഴിയാണ് തുറന്ന്, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള വഴിയാണ് തുറന്നു തന്നത്. ആസാദ് ഹോന എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാവുക, രാസ്ത വഴി, ഖോൽ ദിയ തുറന്ന് തന്നു. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. 17 वर्ष बाद, അതായത് 17 വർഷങ്ങൾക്ക് ശേഷം, രാജ്യം സച്മുച്ച് സത്യത്തിൽ, ഉസ് രാസ്തേ പർ ആ വഴിയിലൂടെ, ചൽത്താ ഹുവ ആ വഴിയിലൂടെ നടന്നുകൊണ്ട്, ആ വഴിയിലൂടെ പോയിക്കൊണ്ട്, ആസാദ് ഹോ ഗയ സ്വതന്ത്രമായി, അല്ലേ? 16 വർഷ ബാദ്, അതായത് 1930 ഈ ദണ്ഡി യാത്ര നടന്നത്, ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതിനുശേഷം 17 വർഷങ്ങൾക്ക് ശേഷം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. ആസാദ് ഹോ ഗയ സ്വതന്ത്രമായി. 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇസ് കഹാനി മേ ഓർ ബി കൈ ഭീതരി ഗുമാവ് ഹെ, ഈ കഥയിൽ ഓർ ബി ഇനിയും, കൈ ധാരാളം, ഭീത്രി ഗുമാവ് ഹെ, ഭീത്രി എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള, അതായത് ഇതിൻ്റെ ഉള്ളിലായിട്ട്, ഗുമാവ് ഹെ ഒരുപാട് ട്വിസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ കഥയിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, ആന്തരിക ട്വിസ്റ്റ് ഉണ്ട്, അത് അല്ലെങ്കിൽ വഴിത്തിരിവുണ്ട്. തും വ സബ് ഖുദ് ഖോജോ, നിങ്ങൾ അതെല്ലാം ഖുദ് സ്വയം, ഖോജോ കണ്ടെത്തൂ. ഖുദ് യ ഖോജോ കി ഹം കിൻ കിൻ രാസ്തോं से अंग्रेज़ों के जंगल से छूटे थे. ഖുദ് യഹ് ഖോജോ, നിങ്ങൾ സ്വയം ഇത് കണ്ടെത്തണം. ഖുദ് സ്വയം, യഹ് ഇത്, ഖോജോ കണ്ടെത്തൂ, കി എന്തെന്നാൽ, ഹം നമ്മൾ, കിൻ കിൻ രാസ്തോംസെ ഏതെല്ലാം വഴികളിലൂടെയാണ്, അംഗ്രേസോं के जंगल से छूटे थे ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചങ്കുൽസെ പിടിയിൽ നിന്ന്, അവരുടെ പിടുത്തത്തിൽ നിന്ന്, അവരുടെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെങ്ങനെയാണ് മുക്തരായത്, നമ്മളെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.